ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സ്മോൾ ബിസിനസ്സേഴ്സ് ഇനി UAE നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണേഴ്സ് കൂടെ ആളുകളെ ചേർക്കും, അവർക്ക് ഇങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ പിക്കപ്പ് ചെയ്ത് കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് അവർക്ക് ചില ഐഡിയാസ് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വിട്ടുപോകുമ്പോൾ പിന്നെ വീണ്ടും പുതിയ ആളെടുത്ത് പിന്നെ അവർക്ക് പുതിയത് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു വിസ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ കണക്കിന് 2 ലക്ഷം രൂപയെങ്കിലും അവർക്ക് ചെലവുണ്ട്. ഇതൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മാറുക അല്ലെങ്കിൽ വരുന്ന ആളുകൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂ അവർ നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് അതായത് നമ്മൾ ഒരാളെ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരു ജോലി വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളെ നമ്മൾ നമ്മുടെ ചെലവിൽ അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുന്നു. പക്ഷേ അവർ ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ അവർ ആ സ്ഥാപനത്തെ വിട്ടുപോയി മറ്റുള്ള കമ്പനികൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പനികളിലോട്ട് മാറിപ്പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ വളർച്ചയ്ക്കുള്ള ഒരു തടസ്സമായിട്ട് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരാറുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? വരാറുണ്ട്. എനിക്കത് ഇവിടെ എന്നുള്ളതല്ല, എവിടെ നോക്കുകയാണ്, ലോകത്ത് എവിടെ നോക്കുകയാണെങ്കിലും ഇതൊരു പ്രോബ്ലം തന്നെയാണ്. ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലത്തിലൊന്നാണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആളുകളെ കഷ്ടപ്പെട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിച്ചെടുത്ത് ഒരു പൊസിഷനിലോട്ട് എത്തിച്ച് ആ ജോലിയിലോട്ട് അവർ ഫുള്ളി ഇൻവോൾവ് ആവുന്ന സമയത്തായിരിക്കും മറ്റുള്ള കമ്പനികളിലോട്ട് അവർ ചാടിപ്പോകുന്നത്. അപ്പം ഇതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ എംപ്ലോയീസിന് എപ്പോഴും നമ്മൾ ഈ എഡ്യൂക്കേഷൻ ലെവലിൽ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ വ്യക്തിക്കും എഡ്യൂക്കേഷൻ ലെവലിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക. അതിലേക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഇതേ അവസ്ഥ ഒരു എംപ്ലോയി ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു, അവരെ ട്രെയിൻ ചെയ്യിച്ചു, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം അവർ വിട്ടു പോവുകയാണ്. ഇതിന്റെ മറുവശം നമ്മൾ ഓണേഴ്സ് ഒരാളെ ഹയർ ചെയ്യുന്നു, അയാൾക്കൊരു ജോലി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ആയിട്ട് ഒരാളെ കാണുന്ന സമയത്ത് അയാളെ മാറ്റിയിട്ട് നീ എനിക്ക് നാളെ മുതൽക്ക് ജോലിയില്ല എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് അവരെ ട്രെയിൻ ചെയ്യിച്ച് അവർക്കൊരു ജോലി കൊടുക്കുമ്പോൾ നമ്മൾ അവരെ അവിടെ നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും എംപ്ലോയീസിന് നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് നിലവിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബിസിനസ് ഓണേഴ്സിൽ നിന്നാണ്. ഈ തിരിച്ചുള്ള കമ്മിറ്റ്മെന്റും എംപ്ലോയീസിന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആളുകൾ പറയും നിങ്ങൾ അവർക്ക് വളരെ സാഹചര്യം. വലിയൊരു ബിസിനസ്മാൻ്റെ കേട്ടൊരു കോട്ട് പറയാം. അപ്പോൾ 1000 ദിവസം എക്സ്പീരിയൻസ് ഉള്ള, അതായത് ട്രെയിനിങ് ചെയ്ത ഒരാളെ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ 100 ദിവസം ട്രെയിനിങ് നൽകുന്ന ഒരു പുതിയ എംപ്ലോയിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞു. അതായത് 1000 എന്ന് പറഞ്ഞാൽ 2-3 വർഷം ഒരെവിടെയോ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ഒരാളെ പുതിയതെടുത്ത് 100 ദിവസം എക്സ്പീരിയൻസ് കൊടുത്ത് സ്വന്തം ആളാക്കി നിർത്തുന്നതാണെന്നാണ്. അപ്പോൾ ഏതൊരു ബിസിനസ്മാനും ചിന്തിക്കുന്നത് അതാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് എളുപ്പ വഴിയാണ്. നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ അങ്ങോട്ട് പകർന്നു കൊടുത്ത് നമുക്ക് വേണ്ട നമ്മുടെ ഗോളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഗോളും നമ്മുടെ ഗോളിൽ നിന്നിലൂടെ കിട്ടാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്കാണ് ഒരു നല്ല ബിസിനസ്മാൻ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പണിയെ മൊത്തം ചെയ്തതിനെ നേരെ അങ്ങ് പൊളിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ആളുകൾ അപ്പുറത്തേക്ക് ചാടി പോകുന്നതും. ചിലപ്പോൾ ആദ്യ ടൈമിൽ എനിക്ക് തന്നെ അനുഭവം ഉള്ളതാണ്. നമ്മൾ 1 വർഷം 1.5 വർഷമൊക്കെ നമുക്കറിയാം നമുക്ക് ലോസ് ആയിരിക്കും. കാരണം അവൻ എത്രയാണോ സാലറി അതുപോലും അവൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൻ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതും കൂടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്, ചെയ്ത് തരാൻ കഴിയും ചെയ്യും. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. എന്നാലും സാലറി കൊടുക്കണം. കാരണം അവൻ അതുപോലും ഭാഷ പോലും അറിയില്ല. ഇവിടെ UAE അങ്ങനെയാണ്, ഭാഷ പോലും അറിയില്ല. എന്നിട്ട് നമ്മളത് കൊടുത്ത് ഇവന് 1 രൂപ പോലും ആവില്ല. അവന് ലൈസൻസ് ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ എടുക്കും. ഫുള്ള് റെഡി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് ഇനി ലൈസൻസ് ഒക്കെ എടുത്ത് തന്നെ കിട്ടുന്നത് അവിടെ. ഇതിനേക്കാൾ വലിയ സാലറി കൊടുക്കാമല്ലോ, അയാൾക്ക് സാലറി കൊടുക്കാം. ഇവന് ഇവിടെ ഉണ്ടായിരുന്നതൊന്നും ഇപ്പോൾ ഉള്ള ഒരു സ്കില്ല് വന്നില്ല. അപ്പോൾ അവിടെ പോയി ആ സ്കില്ലുള്ള ഒരാളെ കിട്ടുകയാണ്. അപ്പോൾ മറ്റൊരു കൊത്തും ചെയ്യും. ഈ ബിസിനസ്സുകാരനെ ചെയ്യുന്ന പണിയാണ്. കുറച്ച് പേരെ ഇങ്ങനെ ഉഷാറായി കഴിഞ്ഞാൽ അവരുടെ ഡെജി പോയടാ അങ്ങനെ കൊണ്ടുപോകും. ഒരു വലിയൊരു ക്രൈസിസ് ബിസിനസ്സുകാർക്കിടയിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് ഇവരൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേ കാരണം ഞാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ വലിയൊരു ഭീഷണിയാണ്. ഇത്രയും രൂപ ചെലവാക്കി കൊണ്ടുവന്നു, ഇത്രയും കാലം സാലറി കൊടുത്തു, ഇത്രയും കാലം അവനെ വളർത്തിയെടുത്തു, എന്നിട്ടാണ് അവൻ ഇതുപോലെ പോകുന്നത്. ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇല്ലാന്ന് എങ്ങനെ മനസ്സിലാവും? ഈ കമ്മിറ്റ്മെന്റ് ആണ് പലപ്പോഴും പല റൂഡ് വേയിൽ നമ്മൾ എഗ്രിമെന്റ് ആക്കി വെക്കുന്നത്. നിങ്ങൾ 2 വർഷമെങ്കിലും ഇവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ പീനലൈസ്ഡ് രീതിയിലോട്ട് പോകും എന്നുള്ള രീതിയിൽ എഗ്രിമെന്റിലോട്ട് പോകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തികളുടെ അനന്തരഫലമാണ്. അവർക്ക് നല്ലൊരു ഓഫർ കിട്ടുമ്പോൾ അവർ പോകുക എന്ന് പറയുമ്പോൾ അവർ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്രയും കാലം നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനം, നിങ്ങളുടെ ബിസിനസ് ഇവരെ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഇതിനൊന്നിനും ഒരു വിലയില്ലാത്ത രീതിയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കാറുള്ളത്. അവിടെ അവരുടെ ബെറ്റർ പ്രോസ്പെരിറ്റി മാത്രമാണ്. എനിക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനീഫിക, നിങ്ങൾ ഒരു കല്യാണം കഴിച്ചു, അടുത്ത ദിവസം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഭംഗിയുള്ള മറ്റൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു രീതിയില്ലേ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഇത് ഞാൻ പറയുന്നതിന്റെ തീർച്ചയായിട്ടും കാഴ്ചപ്പാടുകൾ അവർക്ക് മനസ്സിലാക്കാൻ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഒരു കമ്പനിയെ എങ്ങനെ വളർത്തണം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന സമയത്താണ്
ഒരു ബിസിനസ് ഓണറുടെ എല്ലാ സ്വപ്നങ്ങളെയും കെട്ടി തകർത്തുകൊണ്ട് പോകുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു ഇത് ഇങ്ങനെ തന്നെയാണ് അത് വിശദീകരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലലി അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പുതിയ ആളുകൾ എടുക്കില്ല, അവർ പരീക്ഷണങ്ങൾക്ക് മുതിരില്ല. കാരണം ഈ പുതിയ ആളുകൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും അവർക്കുള്ള ഈ പറയുന്ന ഡെവലപ്മെന്റും മറ്റുള്ള കാര്യങ്ങളും അവരെ വർക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ എടുത്താൽ പോരെ, നാളെ അവർ ഇറങ്ങി പോകുന്നവരേക്കും നമുക്ക് ഇവിടെ യെസ് അവരെ കൊണ്ട് നമുക്ക് ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ അതിലോട്ട് അവരെ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം ബിസിനസ് ഓണേഴ്സിന് ഫ്രഷേഴ്സിനെ എടുക്കാൻ പേടിയാണ്. അതാണ് ഇപ്പൊ നിനക്കൊക്കെ ഒരു ഫ്രഷേഴ്സിനെ എടുക്കാൻ പേടിയാണ്. കാരണം എനിക്ക് ആദ്യം മുകളൊന്നും ഒരു ഫ്രഷേഴ്സിനെ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നില്ല. നമ്മളിത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് കരുതി. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നഷ്ടം വരുത്തിയ ഒരാള് രണ്ടാമത്തെ പ്രാവശ്യം ഇത് വേറെ ആൾ നഷ്ടം വരുത്തി. അപ്പൊ എന്ത് ചെയ്യും? ഫ്രഷേഴ്സിനോട് പറയും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മതി, അങ്ങനെ പറയേണ്ടി വരികയാണ്. അതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. ഇത് ഗവൺമെന്റോ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു കമ്മിറ്റ്മെന്റ് എംപ്ലോയീസിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം എന്നേ പറയുന്നു. കാരണം ഒരു തൊഴിൽ ദാതാവ് അവരുടെ ബിസിനസിന്റെ സാധ്യതകൾ കൂടിയാണ് ഇവരിലൂടെ പരീക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ട്രാക്കിൽ കയറുന്ന സമയത്ത് വിട്ടുപോകുക എന്ന് പറയുന്നത് ഒട്ടും ഒരു കമ്മിറ്റ്മെന്റിനും നിരക്കാത്ത ഒരു ഞാൻ ആദ്യങ്ങളിൽ ഇപ്പൊ എന്റെ ഒരു ഇത് പറയാം, ആദ്യങ്ങളിലൊന്നും നമ്മളിപ്പോൾ 1 രൂപ പോലും വാങ്ങിക്കാതെയാണ് അവർക്ക് ജോലി കൊടുക്കുന്നത്. 1 രൂപ പോലും വാങ്ങിക്കില്ല. കാരണം 8000 ദിർഹംസോളം നമുക്ക് ഏകദേശം ഒരാൾക്ക് വിസക്ക് സമയം വരും. 8000 ദിർഹംസോളം ഒരാൾക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇത് കൊടുത്തിട്ടാണ് അവർക്ക് വിസ എടുത്ത് ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ, ചില ആളുകളൊക്കെ 3 മാസം കഴിയുമ്പോൾ തന്നെ തുടങ്ങും. കൃത്യമായി അതൊക്കെ അറിയാം നിങ്ങൾ എത്രയാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡാറ്റ വെച്ച് സംസാരിക്കാം. നിങ്ങൾ ഇത്ര കാലം സെയിൽ ചെയ്യുന്ന 1 മാസം സെയിൽ ചെയ്യുന്ന സാധനം ഇല്ല, അതിന്റെ പ്രോഫിറ്റ് നമുക്ക് കാണിക്കാം. അവർ ഇത്ര കാലം ചെലവാക്കിയത് പോട്ടെ, അവർ മാസം വാങ്ങിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. അത് ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമല്ല നിഫിക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരാൾക്ക് ഒരു ഓഫർ ലെറ്റർ കൊടുക്കും. അപ്പൊ ഞാനൊരു IT കമ്പനി റൺ ചെയ്യുന്നു, ഞാൻ അവിടെ ഒരാൾക്ക് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു മാസം വെയിറ്റ് ചെയ്യാണ് ഇയാളെ, 1 മാസം 2 മാസം. ഈ മാസത്തിനിടയ്ക്കായിരിക്കും അവർ അടുത്ത ആളെ നോക്കി പോകുന്നത്. നിങ്ങൾ ഇതിന്റെ റിവേഴ്സ് ആരും ചിന്തിക്കുന്നില്ല. ആ ആൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരാളെടുത്ത് കിട്ടി, ഞാൻ അയാളെടുത്തെങ്കിൽ ഇയാൾക്ക് പിന്നെ പഴയ ജോലിയില്ല, പുതിയ ജോലിയില്ല. ഇങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതികളിൽ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മിക്ക ബിസിനസ് ഓണേഴ്സും ഞാൻ വീണ്ടും തന്നെയാണ്. കമ്മിറ്റ്മെന്റ് ഇല്ല എന്നതാണ് പ്രശ്നം. അത് ഗവൺമെന്റ് എങ്ങനെയാണ് ഗവൺമെന്റ് തരത്തിൽ നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഗവൺമെന്റിന് അത്തരത്തിലൊരു കമ്മിറ്റ്മെന്റ്, ഇതിനുള്ള റൂൾസ് അമെന്റ് ചെയ്യുക. പലപ്പോഴും ലേബേഴ്സിനെ, എംപ്ലോയീസിനെ അല്ല ഞാൻ പറഞ്ഞു വന്നത്, കാരണം എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ ഈ എംപ്ലോയീസിന് അന്നം കൊടുക്കുന്ന അന്നദാതാവായിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് എഗ്രിമെന്റ് കീപ്പ് ചെയ്യുക. ഒരു വാല്യൂ ഇല്ല, എഗ്രിമെന്റുകളൊന്നും ഒരു വാല്യൂ ഇല്ല, ഒരു കാര്യമില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക എന്ന എന്തെങ്കിലും മാർഗങ്ങൾ, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എല്ലാവർക്കും അവലംബിക്കാൻ പറ്റിക്കോളണമെന്നില്ല ഹനീഫിക. ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇനി ഇവിടെ നമ്മുടെ നാട്ടില് കേരളത്തില് ഞാനൊരു 40,000-50,000 ഒരു ഫ്രഷർക്ക് കൊടുത്തു തന്നെ വെക്കാം. അതേ ആൾക്ക് ഇവിടെ ഇപ്പോൾ ദുബായിൽ വന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഇരട്ടി സാലറി കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അയാൾ അവിടെ നിന്ന് ചാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അയാൾ അവിടെ നിന്ന് വിട്ടുപോരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ലക്ഷ്യങ്ങൾ മറ്റു പലതുമായിരിക്കും. അവിടെ നമുക്ക് അളക്കാൻ കഴിയുന്നത് ആ കമ്മിറ്റ്മെന്റ് അവരോട് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കൂടെ നിൽക്കുന്നു അവർ പറഞ്ഞ് ബോധ്യപ്പെട്ടു. ഒരു എക്സ്പെക്ടേഷന്റെ പുറത്ത് മുന്നോട്ട് പോകാൻ അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പല ആളുകളും പറയും എന്റെ കമ്പനികളെ ആരും വിട്ടുപോകുന്നില്ല. ശരിയാണ്, എന്റെ സീനിയേഴ്സ് ആരും എന്നെ അങ്ങനെ വിട്ടുപോകുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കോമൺലി കാണുന്ന പ്രവണത, പുതിയ പിള്ളേർ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉള്ള ഈ ഒരു യുഗത്തിലെ ആളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്, അതായത് ഞാനിവിടെ നിൽക്കണം, അവർക്കൊരു അവസരം. ഇങ്ങനെ ഓരോ ദിവസവും പുതിയ ആളുകൾക്ക്, ഞാൻ എന്റെ മോനോട് തന്നെ വെറുതെ എന്ന് പറഞ്ഞു കൂടിക്കൊപ്പം. കാരണം ഒരു പുതിയ ആളെ എടുത്തു കഴിഞ്ഞാൽ രാജ അവർക്ക് കൊടുക്കുന്ന ടൈം ഞാൻ കാണാറുണ്ട്. ഇനി അങ്ങനെ ചെയ്യേ. ഇന്നലെ ഞാൻ അനുഭവിച്ചതാണ്. അവന് വേണ്ടി അവന്റെ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ മോനോട് എത്ര ദിവസം രാജിന്റെ കൂടെ ആ കുട്ടി ഉണ്ടാവും അറിയും. പക്ഷെ രാജ അത്രയും ഇങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇതൊരു എക്സ്പെക്ടേഷൻ. ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണമുണ്ട്, ഞാൻ ഈ ടോപ്പിക്ക് കൊണ്ടുവരാനുള്ള കാരണമുണ്ട്. എനിക്കിപ്പോ ആ കോള് വന്നത്, അവൻ റെസിഗ്നേഷൻ ഇട്ടു. ഞാൻ ഈ പറഞ്ഞ വ്യക്തി റെസിഗ്നേഷൻ ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ കോള് വന്നു. എനിക്ക്